ഈ മന്ത്രിമാർക്കെതിരെയുള്ള പ്രതിഷേധങ്ങൾ ഇങ്ങനെ തുടരുകയാണ്, അത് അതിര് വിടുന്നുണ്ടെന്ന് കരുതുന്നുണ്ടോ? ജനാധിപത്യത്തിൽ പ്രതിഷേധിക്കാനുള്ള അവകാശമുണ്ട്, പക്ഷേ ടു സർട്ടൺ എക്സ്റ്റെൻഡ് ആയിരിക്കണം ഏത് പ്രതിഷേധവും. ഈ വീട്ടിലേക്കൊക്കെ മാർച്ച് ചെയ്യുന്ന രീതിയൊന്നും ഒരു ശരിയല്ല. അവർക്ക് അവരുടെ ഓഫീസിലേക്ക് മാർച്ച് ചെയ്യാം, അല്ലെങ്കിൽ മറ്റു രീതിയിൽ സ്വീകരിക്കാം. അതിനപ്പുറത്ത് വീട് എന്നൊരു ഷെൽട്ടറാണ്. ആ ഷെൽട്ടറിൽ ഞാൻ മനസ്സിലാക്കുന്ന വീടിൻ്റെ പത്തനംതിട്ട അതൊന്നും ഒരു രീതി ശരിയല്ല. അവർക്ക് സമരം ചെയ്യാം, അത് ഡെമോക്രസിയുടെ ഭാഗമാണ്. അതിനപ്പുറത്ത് സമരം ചെയ്യുന്നവരാണ് എത്ര എക്സ്റ്റെൻറ്റ് വരെ പോകാൻ തീരുമാനിക്കേണ്ടത്. വലിയ രക്തരൂക്ഷിതമായ സമരങ്ങളിലേക്കൊക്കെ കടക്കുന്ന രീതിയിലാണ് അപകടത്തിൽ ഇവിടുന്ന് അല്ല, അങ്ങനെ സമരങ്ങളോട് വളരെ പോസിറ്റീവായ അപ്രോച്ച് എടുക്കുന്ന ഗവൺമെൻറ്റാണല്ലോ ഇടതുപക്ഷ ഗവൺമെൻറ്. അങ്ങനെയൊന്നും ഉണ്ടാവില്ല എൻ്റെ വിശ്വാസം. ആരോഗ്യമേഖല നിങ്ങൾ വെറും കുറ്റങ്ങൾ മാത്രം കണ്ടുപിടിക്കുന്നുകൊണ്ടാണ്. കേരളത്തിൻ്റെ ആരോഗ്യമേഖല വേൾഡ് മോഡലാണ്. നിങ്ങളിപ്പോൾ ഉണ്ടായ മാറ്റങ്ങൾ കാണണം. നേരത്തെ ഗവൺമെൻറ് ഹോസ്പിറ്റലിലൊന്നും ഈ ഡയാലിസിസ് യൂണിറ്റ് ഉണ്ടായിരുന്നില്ല, കാത്ത് ലാബ് ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ കാത്ത് ലാബും ഡയാലിസിസ് യൂണിറ്റും വന്നു. നമ്മുടെ പബ്ലിക് ഹെൽത്ത് സെൻ്ററുകൾ, PHCകൾ ഫാമിലി ഹെൽത്ത് സെൻ്ററായി മാറി, റൗണ്ട് ദ ക്ലോക്ക് പ്രവർത്തിക്കുന്നു. മെഡിക്കൽ കോളേജുകൾക്കകത്ത് ഇൻഫ്രാസ്ട്രക്ചർ മെച്ചപ്പെട്ടു. ഈ കോട്ടയത്തുണ്ടായ വളരെ അൺഫോർച്ചുനേറ്റാണ്. പക്ഷേ അവിടെ നടക്കുന്ന നിർമ്മാണം നിങ്ങൾ മനസ്സിലാക്കണം. അവിടെ ഇപ്പോൾ 150 കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനം നടക്കാൻ പോവാണ്. ഞാനിത് മനസ്സിലാക്കാൻ കാരണം ഞങ്ങളുടെ MCCയിൽ നിർമ്മിച്ചവരാണ് അവിടെയും നിർമ്മിക്കുന്നത്, CVC. അപ്പോൾ അതുകൊണ്ട് മികച്ച നിലയിൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യാൻ ആവശ്യമായ കാര്യങ്ങൾ കേരളത്തിലെ മെഡിക്കൽ കോളേജിൽ നടക്കുന്നു. കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയിൽ നിങ്ങൾ കാണണം എന്തെല്ലാം അസുഖങ്ങൾ അതെല്ലാം ടാക്കിൾ ചെയ്തില്ലേ. ഓരോ ഘട്ടത്തിൽ ഇപ്പോൾ ക്ലൈമറ്റിൻ്റെ ഭാഗമായി പലതരത്തിലുള്ള അസുഖങ്ങൾ ഇപ്പോൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ ടാക്കിൾ ചെയ്യാൻ സർക്കാരിനാവുന്നുണ്ട്. അതിലേതെങ്കിലും ഒരു അൺഫോർച്ചുനേറ്റായ സംഭവത്തെ ചൂണ്ടിക്കാണിച്ച് ഇതാകെ മോശമാണെന്ന് പറയുമ്പോൾ ഇതിൻ്റെ ബെനിഫിഷ്യറീസ് ആരാണ്? കേരളത്തിൻ്റെ പബ്ലിക് ഹെൽത്ത് സെൻറ്റർ തകർന്നാൽ അതിൻ്റെ ഗുണഭോക്താക്കൾ ആരാണ്? നിങ്ങൾ ചിന്തിക്കണ്ടേ. എത്ര മാധ്യമപ്രവർത്തകർക്ക് ഇവിടുത്തെ കോർപ്പറേറ്റ് ആശുപത്രിയിൽ പോയി ചികിത്സിക്കാൻ പറ്റും? നിങ്ങൾക്ക് ആർക്കും പറ്റുമോ? അപ്പോൾ സാധാരണ മാധ്യമപ്രവർത്തകരും ഞങ്ങളോട് എല്ലാവർക്കും ഒരു അഭയ കേന്ദ്രം ഇപ്പോഴും സർക്കാർ ആശുപത്രികൾ തന്നെയാണ്. അതിനെ വിമർശിക്കാം, പക്ഷേ ആ സിസ്റ്റത്തെ ആകെ ഇല്ലാതാക്കുന്ന രീതിയിലുള്ള വിമർശനങ്ങൾ മാധ്യമങ്ങൾ ഉന്നയിക്കാൻ പാടില്ല. ഇതൊക്കെ അതൊന്നൊരു ഇന്നത്തെ നിങ്ങൾ ഏത് ലോകത്താണ് ജീവിക്കുന്നത്? ഇന്നിപ്പോൾ ഇവിടെ ഇരുന്നും കാര്യങ്ങൾ ഭരിക്കാൻ പറ്റുമല്ലോ. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതൊക്കെ ഒരു വളരെ ചൈൽഡിഷായ ക്വസ്റ്റ്യനാണ്. യഥാർത്ഥത്തിൽ അതിൻ്റെ ആവശ്യമില്ല. അദ്ദേഹം 10 ദിവസം കൊണ്ട് തിരിച്ചു വരുന്നതാണ് അദ്ദേഹം എന്നെ അറിയിച്ചത്. സ്പീക്കർ എന്നൊക്കെ പോകുമ്പോൾ എന്നെ വിളിച്ചിരുന്നു, ഇങ്ങനെ പോകുന്നുണ്ട്, 10 ദിവസം കൊണ്ട് തിരിച്ചു വരുന്നു പറഞ്ഞിട്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ആവശ്യങ്ങളില്ല. ഏതായാലും ഞാൻ ഒന്ന് മാധ്യമപ്രവർത്തകർ അഭ്യർത്ഥിക്കുന്നു, സിസ്റ്റത്തെ തകർക്കുന്ന രീതിയിലുള്ള വളരെ അൺനെസറി ആയിട്ടുള്ള വാർത്തകൾ കൊടുക്കാൻ പാടില്ല. നമുക്ക് സിസ്റ്റം വേണം. നിങ്ങൾ ഉൾപ്പെടെയുള്ള സാധാരണക്കാരന് ഇപ്പോഴും ആശ്രയിക്കാൻ സാധിക്കുന്ന കേന്ദ്രം സർക്കാർ ആരോഗ്യമേഖല തന്നെയാണ്. അതിനെ തകർക്കുന്ന നീക്കങ്ങൾക്ക് നിങ്ങൾ കൂട്ടുവെക്കാൻ പാടില്ല. അതെനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. അത്യന്തം ദുഃഖകരമായിട്ടുള്ള ഒരു സംഭവമാണ്, വളരെ ഹൃദയഭേദകമായിട്ടുള്ളൊരു സംഭവമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ കുടുംബത്തിൻ്റെ ദുഃഖം എൻ്റെ ദുഃഖമാണ്. ഞാൻ പ്രിയപ്പെട്ട ബിന്ദുവിൻ്റെ ഭർത്താവ് വിശ്വനാഥൻ ചേട്ടനെ കണ്ടു, അമ്മയെ കണ്ടു, മക്കളെ കണ്ടു, ബന്ധുക്കളെ കണ്ടു, അവരുടെ ദുഃഖത്തിൽ പങ്കുചേർന്നു. സർക്കാർ അവർക്ക് ഒപ്പം പൂർണ്ണമായിട്ടും ഉണ്ടാകും. അത് എല്ലാ തലത്തിലും സർക്കാർ പൂർണ്ണമായിട്ട് ഉണ്ടാകും. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇക്കാര്യം സംസാരിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഉചിതമായിട്ടുള്ള തീരുമാനങ്ങൾ അത് ഉണ്ടാകും. അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ മന്ത്രിസഭാ യോഗത്തിന്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ അത് പ്രഖ്യാപിക്കും. ഇന്നലെ കളക്ടറാണെങ്കിൽ പ്രാഥമിക റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. കുടുംബത്തിന്റെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളുമാണ് റിപ്പോർട്ടിലൂടെ അറിയിച്ചിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത്. ആ റിപ്പോർട്ട് കൂടി പരിഗണിച്ചുകൊണ്ടുള്ള ഈ കുടുംബം ഇപ്പോൾ ഉന്നയിക്കപ്പെട്ടുള്ള ആവശ്യങ്ങൾ ഉൾപ്പെടെ സർക്കാർ പരിഗണിക്കുമോ? തീർച്ചയായിട്ടും ഒരു സംശയവും വേണ്ട. അങ്ങനെ ഒരു റിപ്പോർട്ട് ഒരു സാങ്കേതികമായിട്ടുള്ള റിപ്പോർട്ടാണ്. അതിനപ്പുറം സർക്കാർ ഈ കുടുംബത്തിന്റെ ഒപ്പം പൂർണ്ണമായിട്ടും ഉണ്ടാകും. അതപ്പോൾ തന്നെ പറഞ്ഞിരുന്നതാണ്. അത് ഇന്നും അക്കാര്യം ഞാൻ ആവർത്തിച്ചിട്ടുണ്ട്. അതിൽ ഉചിതമായിട്ടുള്ള തീരുമാനങ്ങൾ ഉണ്ടാകും. തീർച്ചയായിട്ടും അവർ പറഞ്ഞ എല്ലാ വിഷയങ്ങളിലും തീർച്ചയായും നാളെ അഡ്മിറ്റ് ആകും.